നമസ്കാരം. എൻ്റെ പേര് സജിത് ജോസഫ് എന്നാണ്. അതെ, ആ സജിത് ജോസഫ് തന്നെ. ഈ ദിവസങ്ങളിൽ പരുന്തുംപാറ, ഇടുക്കി ജില്ലയിൽ പരുന്തുംപാറയിലെ മാധ്യമ ശ്രദ്ധ മുഴുവൻ തിരിഞ്ഞ സജിത് ജോസഫ് തന്നെ കയ്യേറ്റം, സർക്കാർ ഭൂമി അനധികൃതമായി കയ്യേറ്റം ചെയ്ത് ആ കയ്യേറ്റം ചെയ്ത ഭൂമിയിൽ കുരിശ് സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ മാധ്യമ വാർത്തകളിൽ കണ്ട ആ സജിത് ജോസഫ് തന്നെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. 3 ഉദ്ദേശങ്ങളാണ് ഈ സംസാരത്തിനുള്ളത്. ഒന്നാമത്തെ ഉദ്ദേശം എൻ്റെ ഭാഗം നിങ്ങൾ കേട്ട വിഷയത്തിൽ പറയുക എന്നുള്ളതാണ്. എൻ്റെ ഭാഗം ഞാൻ ഒരു മീഡിയയുടെ മുമ്പിലും പറഞ്ഞിട്ടില്ല ഇതുവരെ. എൻ്റെ ഭാഗം ഒരു മീഡിയക്കാരും ചോദിച്ചിട്ടില്ല. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് എൻ്റെ ഭാഗം പറയുകയാണ്. രണ്ടാമത്തെ ഉദ്ദേശം, ഞാൻ കത്തോലിക്ക സഭാംഗവും കത്തോലിക്ക സഭയിൽ നിന്നുകൊണ്ട് സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ്. സ്വാഭാവികമായും ഇൻ്റർനെറ്റിലും നേരിട്ടുമൊക്കെയായി ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ശുശ്രൂഷകൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണകൾ അതിന് മാറ്റം വരുത്തുക എന്നുള്ളതാണ്. മൂന്നാമത് ഈ സംസാരത്തിൻ്റെ ഉദ്ദേശം, ഇത് ആർക്കുമുള്ള മറുപടിയോ ആരോടോ ഉള്ള ഉത്തരമോ പ്രതികാരമോ, നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കണം, നിങ്ങളിത് മനസ്സിലാക്കിയില്ലായിരുന്നോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഇതിലില്ല. ഇത് തികച്ചും ഞാൻ എൻ്റെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളുടെ ഒരു വിശദീകരണമാണ്. കൂടുതൽ മുഖവരകളില്ലാതെ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. പരുന്തുംപാറയിൽ ഞാൻ എത്തുന്നതും ഞാനിവിടെ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളുമെല്ലാം ഒരു ദൈവനിയോഗത്തിൻ്റെ ഭാഗമാണ്. ആ ദൈവനിയോഗത്തിൻ്റെ ഭാഗത്തിൽ രണ്ടാമത് മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹമായിരുന്നു പരുന്തുംപാറയിൽ എന്നെ കാണാൻ വരുന്നവർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഇരിക്കാനും വിശ്രമിക്കാനും എല്ലാം കഴിയുന്ന ഒരു വിശ്രമസ്ഥലം, റെസ്റ്റ് വൈൽ എന്ന് പറയുന്ന ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ആ ദർശനത്തോട് എന്നോടൊപ്പം സഹകരിക്കുവാൻ ദൈവം വിശ്വസ്തരായ മനുഷ്യരെ എഴുന്നേൽപ്പിച്ചപ്പോഴാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ വിവാദങ്ങൾക്ക് കാരണമായ കാര്യങ്ങൾ പലതും ഉണ്ടാകുന്നത്. അപ്പോൾ ആ ദർശനത്തോട് ചേർന്ന് വന്ന് സഹകരിച്ചവരാണ് ഇതിലേക്ക് എത്തുവാനായിട്ട് മുഖാന്തരമായി മാറിയത്. അപ്പോൾ ഈ വിവാദങ്ങൾക്ക് കാരണമായ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് വസ്തുവിനെ ചൊല്ലിയാണല്ലോ വിവാദം. അപ്പോൾ അവിടെ മുതലേ ഇത് പറയണം. 1959 1959 എന്ന് പറയുമ്പോൾ അതൊരു മഹസർ എഴുതിൻ്റെ കഥയാണ്. ആർക്കാണ് മഹസർ എഴുതുന്നതെന്ന് ചോദിച്ചാൽ മുഹമ്മദ് കുഞ്ഞ് ശിങ്കാരി ലംബ എന്ന് പറയുന്ന ആൾക്കാണ്. 1959 മഹസർ എഴുതി 1961 ഈ മുഹമ്മദ് കുഞ്ഞ് ശിങ്കാരി ലംബയ്ക്ക് പരുന്തുംപാറ വ്യൂ പോയിൻ്റ് താഴെ 5.5 ഏക്കർ സ്ഥലത്തിന് പട്ടയം അനുവദിക്കുകയാണ്. ആ പട്ടയത്തിൻ്റെ കോപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ശിങ്കാരി ലംബയ്ക്ക് 5.5 ഏക്കർ 5 സെൻറ്റ് സ്ഥലത്തിന് പട്ടയം ലഭിക്കുന്നു 1961. ഇതിന് മഹസറാണ്. ഇതിന് മഹസർ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്കിത് കാണാം. 1959 ആണ്ട് ഓഗസ്റ്റ് മാസം 25 തയ്യാറാക്കിയ മഹസറാണ്. ഇതിനകത്ത് 5 ഏക്കർ 5 സെൻറ്റ് സ്ഥലം ശിങ്കാരി ലംബ 2 വിൽക്കുന്നു. അതിൽ 2 ഏക്കർ 52 സെൻറ്റ് സ്ഥലമാണ് ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങുന്നത്. ശിങ്കാരി ലംബയിൽ നിന്നല്ല വാങ്ങുന്നത്. ശിങ്കാരി ലംബയിൽ തുടങ്ങിയാലേ അവിടെ എത്തുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ശിങ്കാരി ലംബയ്ക്ക് പട്ടയം കൊടുക്കുന്നു. ശിങ്കാരി ലംബയ്ക്ക് പട്ടയം കൊടുക്കുന്ന 1961 അന്ന് ഇടുക്കി ജില്ലയില്ല. എനിക്ക് തോന്നുന്നു 1972 ഇടുക്കി ജില്ല രൂപപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്ട്രിക്റ്റ് എന്നുള്ളത് കോട്ടയം ജില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. താലൂക്ക് പീരുമേട്, സർവേ നമ്പർ 534 സ്കെച്ച് വരച്ച് കൊടുത്തിരിക്കുകയാണ്. പ്രോപ്പർട്ടിയുടെ താഴെ സ്ട്രീമാണ്, തോടാണ്, ചെറിയൊരു തോടാണ്. ഇപ്പോൾ അവിടെ വെള്ളമൊന്നുമില്ല. പരുന്തുംപാറ മഴ പെയ്യുമ്പം വെള്ളം ഒഴുകുന്ന ഒരു ചാലാണ്. പ്രോപ്പർട്ടിയുടെ വലത്തെ സൈഡിൽ ഗ്രാമ്പി എസ്റ്റേറ്റ് ആണ്. പ്രോപ്പർട്ടിയുടെ മുമ്പിലും പുറകിലും ഇതിങ്ങനെ ഒരു കുറുത്തുള്ള ഒരു ഭാഗമാണ്. ഇത് ഫോറസ്റ്റ് ലാൻഡാണ്. ഇതും സൈഡത്തെയും ഫോറസ്റ്റ് ലാൻഡാണ്. ഓരോന്നിലേക്കുള്ള വിസ്തീർണം എല്ലാം രേഖപ്പെടുത്തിയ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പട്ടയം.
ശിങ്കാരിലമ്പയ്ക്ക് കിട്ടുകയാണ്. മുഹമ്മദ് കുഞ്ഞ് ശിങ്കാരിലമ്പയ്ക്ക് 1961 ഒരു പട്ടയം ലഭിക്കുകയാണ്. അവിടുന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. അപ്പം ശിങ്കാരിലമ്പ 1961 കിട്ടിയ പട്ടയം NJ ലോറൻസ്, ജയരാമൻ, രാജ്കുമാർ എന്നിവർക്ക് വയ്ക്കുകയാണ്. 1991 ശിങ്കാരിലമ്പ വിൽക്കുകയാണ്. NJ ലോറൻസ്, ജയരാമൻ, രാജ്കുമാർ ഇവർക്ക് 1991 വിൽക്കുകയാണ്. അവിടുന്ന് NJ ലോറൻസ് ഈ 3 സഹോദരങ്ങൾ തീരുമാനിക്കുന്നു, രാജ്കുമാർ, NJ ലോറൻസ്, ജയരാമൻ, രാജ്കുമാർ എന്ന 3 സഹോദരങ്ങൾ തീരുമാനിക്കുന്നു ജയരാമനെ അവോയ്ഡ് ചെയ്തിട്ട് ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുവാനായിട്ട്. ഏത് വർഷത്തിലെ 2005 അവർ തീരുമാനിക്കുന്നു. അങ്ങനെ 2005 ഇതിൽ ജയരാമൻ മാറുന്നു. ഈ പ്രോപ്പർട്ടി NJ ലോറൻസിൻ്റെയും രാജ്കുമാറിൻ്റെയും പേരിലാകുന്നു. 2005 2005 NJ ലോറൻസും രാജ്കുമാറും കൂടെ ചേർന്ന് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കുകയും 2007 അവർ അടുത്ത 8 അംഗങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വിൽക്കുകയും ചെയ്യുകയാണ്. ആ 8 അംഗങ്ങൾ മാത്യു കെ സെബാസ്റ്റ്യൻ, ബിനു VV, KU അലക്സാണ്ടർ, റെയ്നി ഡൊമിനിക്, AY ജയരാജ്. ജയരാജ് സാറിനെ ഒരു പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കും. AY ജയരാജ്, അഡ്വക്കേറ്റ് AY ജയരാജ്, നോട്ടറി, പിരമിഡിലെ നോട്ടറി AY ജയരാജ് സാറ്, MM ആൻ്റണി, NM ആരോഗ്യരാജ്, ബാബു ജോർജ്. ഇതാണ് വിറ്റ 2 പേര്. NJ ലോറൻസും രാജ്കുമാറും കൂടെ ഈ 3, 2, 5, 7 പേർക്ക് 8 പേർക്ക് വിൽക്കുകയാണ്. NK ആരോഗ്യരാജ് ഈ 8 പേർക്ക് ഈ 2 പേർ ചേർന്ന് വിൽക്കുകയാണ്. അങ്ങനെ ഈ 8 പേരുടെ കയ്യിൽ ഈ പ്രോപ്പർട്ടി എത്തുന്നു. ഈ 8 പേരിൽ ബാബു ജോർജ് ഏലിയാമ്മ ജോർജിനെ മുക്തിയാർ കൊടുക്കുന്നു. അങ്ങനെ ബാക്കി 7 പേര് ഉൾപ്പെടെ സജിത് ജോസഫിന് ഈ വസ്തു വിൽക്കുന്നു. ഈ മൊട്ടത്തല ഞാൻ വിൽക്കുന്നു. അങ്ങനെ 1961 തുടങ്ങിയ കാര്യം 2021 ഞാനിതിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നു. 2021 വരുമ്പോഴും ഈ പ്രോപ്പർട്ടി പീരുമേട് താലൂക്കിൽ 534 എന്ന സർവേ നമ്പറിൻ്റെ കീഴിലാണ് ഈ 5 ഡോക്യുമെൻറ്റുകളും നടന്നിരിക്കുന്നതും. അത് 1961 മുതൽ 2025 വരെ 64 വർഷം ഇടുക്കി ജില്ല രൂപപ്പെടുന്നു. മഞ്ജുമല എന്ന് പറയുന്ന വില്ലേജ് അത് കഴിഞ്ഞ് രൂപപ്പെടുന്നു. പക്ഷെ 64 വർഷം ഈ പ്രോപ്പർട്ടി 534 പീരുമേട് വില്ലേജിൽ കരമടച്ച് പോക്കുവരവ് നടത്തി അതാത് സമയങ്ങളിൽ എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് ഇത് സംബന്ധിച്ചുള്ള മുഴുവൻ രേഖകളും ഇതിനകത്ത് ഇപ്പോൾ ഉള്ളതല്ല, മുമ്പുള്ള ലൊക്കേഷൻ സ്കെച്ചുകൾ, ഇതുണ്ടോ, ഇതേതാണ് എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ്. ഏത് വർഷത്തെയാണ്? 2005 അന്നത്തെ ലൊക്കേഷൻ സ്കെച്ച്. വേണ്ട വിസ്തീർണം, ലൊക്കേഷൻ മാപ്പ് 2007 വസ്തുവിൻ്റെ സർട്ടിഫിക്കറ്റ്, അന്നത്തെ കരമടച്ച റെസിപ്റ്റ് 534. അപ്പോൾ ഇങ്ങനെ ഇത് മുന്നോട്ട് വരുന്നു. അങ്ങനെ ഇനി ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഒറ്റ ഒരെണ്ണത്തിൽ ഫോക്കസ്ഡ് ആകണം, എന്നാലേ അത് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. സജിത് ജോസഫ് എന്ന ആളുടെ കയ്യിലേക്ക് ഇത് വന്നു ചേരുന്നു. ഇപ്പോൾ 2021 സജിത് ജോസഫ് ഈ വസ്തു വാങ്ങുന്നു. 2021 ഇതിൽ കൺസ്ട്രക്ഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത ഒരു കാര്യമല്ല. വിശ്വസ്തരായ ഒരാൾ എന്നോടൊപ്പം, ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് പോലും പറയാൻ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല, അവനെ ഞാൻ പേര് പറയാത്ത ഒരാൾ തുടങ്ങി. ഇപ്പം അത് 5 പേരിലേക്ക് വർദ്ധിച്ചു വന്ന 5 പേർ ഒരുമിച്ച് ചെയ്ത ഒരു പ്രൊജക്റ്റ്, ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ്. അപ്പം ഇതാണ് ഇതിൻ്റെ കൈവശാവകാശ രേഖ, സാക്ഷ്യപത്രം. ഇതിനെല്ലാം ഡേറ്റ്സ് അങ്ങ് നോക്കാം. 2024 ലൊക്കേഷൻ സ്കെച്ച്, ഇതെല്ലാം ഞാൻ മേടിച്ചതാണ്, എൻ്റെ പേരിൽ കിട്ടിയതാണ്. കടമാഞ്ചിറയിൽ കൊട്ടാരത്തിൽ വീട്ടിൽ ജോസഫ്, മകൻ സജിത് ജോസഫ് എന്നയാൾക്ക് കൈവശത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, ഡീറ്റെയിൽസ്. ഇത് പീരുമേട് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ബിൽഡിംഗ് പണിയാൻ വേണ്ടി, ബിൽഡിംഗ് പെർമിറ്റ് പണിയാൻ വേണ്ടിയുള്ള പെർമിറ്റ് അനുവദിച്ചുകൊണ്ടുള്ള ബിൽഡിംഗ് പെർമിറ്റ്. എൻ്റെ ആധാരം. അപ്പോൾ ഇങ്ങനെ ബിൽഡിംഗ് പണിയാൻ പെർമിറ്റ് കിട്ടി. ബിൽഡിംഗ് പണി നടന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് ഒരുമിച്ച് കൂടുക, ഓഫ് കോഴ്സ്, അങ്ങനെയുള്ള താല്പര്യത്തിലാണ്. ഞാൻ ഒരു ധ്യാനം ഒക്കെ നടത്തുന്ന ആളാണ്. കുറച്ച് വചനമൊക്കെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലയിടങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നു. അപ്പോൾ ഈ വരുന്നവരുമായിട്ട് ഒരുമിച്ചൊന്ന് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് മറ്റ് സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊരു സ്ഥലമായിട്ട് വരുന്നവർക്ക് വിശ്രമിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, അത്തരത്തിലുള്ള ഒരു സ്ഥലം. അങ്ങനെയാണ് ഇതിനെ മുമ്പിൽ കണ്ടത്. അത്തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് വന്നു. സോഫാർ അങ്ങനെ പണി പൂർത്തിയാകും. ഡിസംബർ മാസം, അതായത് 2024 ഡിസംബർ മാസം 21-ാം തീയതി ഫസ്റ്റ് ഫേസിൻ്റെ പണി പൂർത്തിയാകുന്നു. ഇനാഗ്രേഷൻ നടക്കുന്നു, ഇനാഗ്രേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഇടുക്കി ജില്ലാ MP ഡീൻ കുര്യാക്കോസും നമ്മുടെ പ്രത്യേക ക്ഷണിതാവായിട്ട് നമ്മുടെ വാഴൂർ സോമൻ MLA ക്ഷണിച്ചിരുന്നു. പഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ, താലൂക്കിൻ്റെ പ്രതിനിധികൾ, നമ്മുടെ സഭയുടെ മേലധ്യക്ഷന്മാരായിട്ട് എൻ്റെ എപ്പിസ്കോപ്പൽ പ്രൊട്ടക്ടറായ പിതാവ്, ഇത് ഉൾപ്പെട്ട് വരുന്ന വിജയപുരം രൂപതയുടെ കീഴിലാണ്. അപ്പം വിജയപുരം രൂപതയുടെ ഓക്സിലറി ബിഷപ്പ്, അങ്ങനെ ജനപ്രതിനിധികളുടെ, സഹോദരങ്ങളുടെ, ചുറ്റുപാടിലുള്ളവരുടെ എല്ലാ സാന്നിധ്യത്തിൽ 2024 ഡിസംബർ മാസം 21-ാം തീയതി ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. അങ്ങനെ സ്മൂത്തായിട്ട് കാര്യങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പൊടുന്നനവെ പെട്ടെന്നൊരു റിപ്പോർട്ട്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SITയുടെ ഒരു റിപ്പോർട്ട് കേൾക്കുന്നു, കാണുന്നു, അറിയുന്നു. അപ്പം എന്താണ് SIT റിപ്പോർട്ട്? അപ്പം ഞാൻ ഈ വസ്തു വാങ്ങുന്നതിന് മുമ്പ് ലീഗൽ ഒപ്പീനിയൻ എടുത്തിരുന്നു. ലീഗൽ ഒപ്പീനിയൻ അഡ്വക്കേറ്റ്മാരുടെ സംഘത്തെ കൊണ്ട് എടുപ്പിച്ചിരുന്നു. അതുകൂടാതെ തന്നെ ഞാൻ ഈ വസ്തു വാങ്ങുന്നതിൻ്റെ ഒരു 4-5 വർഷം മുമ്പ് ഇവിടെ വരികയും താമസിക്കുകയും ചെയ്യുന്ന ആളായതുകൊണ്ട് പ്രദേശവാസികളായ ആൾക്കാരുടെ എടുക്കുന്നത് ആരുടെ വസ്തുവായിരുന്നു, ഇതെങ്ങനെയാണ് ഇതുള്ളത്. അപ്പം എന്നോടൊപ്പം ഇവിടെ ജോലി സഹായിക്കുന്ന സേവ്യർ എന്ന് പറയുന്ന ആളെന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ കാലത്ത് പട്ടയം കിട്ടിയ അദ്ദേഹത്തിൻ്റെ ഫാദറിനും സേവ്യർ ശേഖറിൻ്റെ, ഈ ശേഖർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫാദറിനും ഈ ശിങ്കാരി ലംബയ്ക്ക് ഒരുമിച്ചാണ് പട്ടയം കിട്ടുന്നത്. അപ്പോൾ 1961 ഇടുക്കി ജില്ല പോലും രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് പട്ടയം കിട്ടിയതാണിതെന്ന് പറയുകയും ലീഗൽ ഒപ്പീനിയൻ്റെയും ചുറ്റുപാടുള്ള ആൾക്കാരുടെ ബോധ്യത്തിലാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി എടുക്കുന്നത്. ഞാൻ ഇത് വെരിഫൈ ചെയ്തതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻ്റ് പരിശോധിച്ചതിൻ്റെ വെളിച്ചത്തിൽ ജെന്യുവിൻ ലാൻഡാണെന്നും ഇവിടെ ഇത് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ പരുന്തുംപാറയിൽ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഒരു ഉദ്യമത്തിൽ ഇപ്പോൾ വന്നു നിൽക്കുന്നത് വസ്തു കയ്യേറി എന്നുള്ള ലേബലിലാണ്. അപ്പം ഈ വസ്തു കയ്യേറി എന്നുള്ള ലേബലിൽ എത്തുന്നതിന് തൊട്ട് മുന്നോട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങളോട് പറയണം, എന്നാലേ ഈ കഥ അല്ലെങ്കിൽ ഈ കാര്യം പൂർണ്ണമായിട്ട് മനസ്സിലാകുകയുള്ളൂ. ഓക്കെ, ഇത് 4/3/2025 നിങ്ങൾക്ക് ഈ ഡേറ്റ് നോക്കാം. വില്ലേജ് ഓഫീസർ പീരുമേട് 4/3/2025 അത് 1/3/2025 3/3/2025 തഹസിൽദാറിൻ്റെ കത്തിന് സൂചന കൊടുത്തിട്ട് അയക്കുകയാണ്. സൂചനകൾ ശ്രദ്ധിച്ചാലും താങ്കളുടെ കൈവശം തണ്ടപ്പേരിലുള്ള, തണ്ടപ്പേരിന് സർവേ നമ്പറും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിവിടെ 2 വസ്തുക്കളാണ് ഉള്ളത്. ഒന്ന് 2 ഏക്കർ 52 സെൻറ്റും, രണ്ടാമതൊരു വസ്തു 91 സെൻറ്റിന് പട്ടയം കിട്ടിയതിൽ 10 സെൻറ്റ് പുറത്തു പോയിട്ട് 81 സെൻറ്റും.
അപ്പം 3 ഏക്കർ 33 തോന്നുന്നു, 33 സെൻറ്റ്. ഇതാണ് രണ്ടാമത്തെ പട്ടയത്തിൻ്റെ ഒറിജിനൽ കോപ്പി. രണ്ടാമത്തെ പട്ടയത്തിൻ്റെ 2 രേഖകളാണ് വരുന്നത്. രണ്ടാമത്തെ പട്ടയം കിട്ടിയത് പരമശിവത്തിനാണ്. പരമശിവം വിറ്റത് ഇവർക്കാണ്. എപ്പോഴാണ്? 2008 90 കിട്ടിയത്. ഇവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ 2021 ഞങ്ങളിത് വാങ്ങുന്നത്. അപ്പം ഈ 2 വസ്തുക്കളെ സംബന്ധിച്ചുള്ള നോട്ടീസ് കിട്ടുകയാണ്. എന്താണ് നോട്ടീസ്? സൂചനകൾ ശ്രദ്ധിച്ചാലും താങ്കളുടെ കൈവശമുള്ള തണ്ടപ്പേര് നമ്പറിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വരുന്ന സ്ഥലത്തിൽ ഉടമസ്ഥാവകാശം നിർണ്ണയിക്കുന്നതിനും 1964 പട്ടയ വ്യവസ്ഥകൾ ലംഘിച്ച് അനധികൃതമായി നിർമ്മാണ പ്രവർത്തനം നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുമായി താങ്കളുടെ കൈവശമുള്ള പട്ടയം വരെയുള്ള ആധാരങ്ങളുടെ പകർപ്പ്, പഞ്ചായത്തിൽ നിന്നുള്ള കെട്ടിട നിർമ്മാണത്തിൻ്റെ അനുമതി പത്രം എന്നിവ പീരുമേട് ഭൂരേഖാ തഹസിൽദാർ മുമ്പാകെ 7 ദിവസത്തിനകം സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. ഏതാണ്? 4-ാം തീയതി, മാർച്ച് മാസം 4-ാം തീയതി വില്ലേജിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ രേഖകൾ പരിശോധിക്കണം. എന്തിനാണ്? ഇത് അനധികൃതമായി നിർമ്മാണം പട്ടയവ്യവസ്ഥ ലംഘിച്ച് നടന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി. 4-ാം തീയതി. അപ്പോൾ 4-ാം തീയതി നടന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി 7 ദിവസത്തിനകം ഹാജരാക്കണം എന്ന് പറയുന്നത്. അപ്പം 4-ഉം 7-ഉം 11-ാം തീയതിക്കകത്ത്, അതായത് മാർച്ച് മാസം 11-ാം തീയതിക്കകത്ത് നിങ്ങളുടെ ഇതിനകത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നറിയാനായിട്ട് ഹാജരാക്കണമെന്ന് കത്ത് കിട്ടി. കത്ത് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്ന മാധ്യമങ്ങളിൽ മുഴുവൻ അനധികൃതമായ കയ്യേറ്റം കണ്ടെത്തി. അനധികൃതമായ വില്ലേജ് ഓഫീസറുടെ കത്താണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഈ കത്ത് വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി. അപ്പം വില്ലേജ് ഓഫീസർ പറയുന്നത് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഹാജരാക്കാൻ പറഞ്ഞ് 4-ാം തീയതി തന്നെ, ഇത് കൈപ്പറ്റി അന്ന് തന്നെ മുഴുവൻ രേഖകളും, ഇത് മുഴുവൻ അന്ന് കെട്ടിയതാണ് കേട്ടോ, ഈ കെട്ട് അന്ന് കെട്ടിയതാണ്. ഇതിൻ്റെ ഒറിജിനൽ പട്ടയത്തിൻ്റെ പുറകിലെ ആദ്യത്തെ സ്കെച്ച്, രണ്ടാമത്തെ സ്കെച്ച്. അപ്പോൾ ഈ 5 ഏക്കർ 2ആയിട്ട് തിരിഞ്ഞു പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, 2.5 ആയിട്ട്. ആ 2.5യുടെയും 2ൻ്റെയും പട്ടയം, 2ൻ്റെയും ഇത് ഡ്രോയിങ്, എന്താണ് അതിന് പറയുന്നത്, സ്കെച്ച്, 2ൻ്റെയും സ്കെച്ച് 1959 വിറ്റതും 1959 2 മാസങ്ങൾ വ്യത്യാസത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന മാസങ്ങളുടെ റിപ്പോർട്ട്. ഇത് റവന്യൂ, ഇത് നമ്മൾ കരമടച്ച രസീത് 64 വർഷം 534 പ്രോപ്പർട്ടി കരമടച്ച പ്രോപ്പർട്ടി, അതിൻ്റെ രസീത്, ഇതെല്ലാം ആയിട്ട് എത്തുന്നു. 4-ാം തീയതി നിരോധന ഉത്തരവ് പരുന്തുംപാറയിൽ നിലവിൽ വരുന്നു. ഏത് 4-ാം തീയതി? ഈ വില്ലേജ് ഓഫീസിൽ കൊണ്ട് നിങ്ങളുടെ രേഖകൾ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതേ 4/3/2005 പീരുമേട് വില്ലേജിലുള്ള 534 നടന്നു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കൺസ്ട്രക്ഷനുകൾക്കും നിരോധന ഉത്തരവ് കിട്ടുന്നു. ഈ ഡേറ്റ് മറക്കരുത്, ഇതിൽ വലിയൊരു ട്വിസ്റ്റുള്ള ഡേറ്റാണ്. ഏതാണിത്? 4/3/2025. ഇത് കണ്ടോ, ഭൂരേഖ പതിവ് ചട്ടങ്ങളുടെ ലംഘനമായി ഭൂമി കയറിയ ഭൂമി സംബന്ധിച്ചുള്ള ഇത് നിർമ്മാണങ്ങൾ, കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് നിർത്തിവെക്കണം എന്ന് പറഞ്ഞ് പീരുമേടിൽ ഇവിടെ 534 നടക്കുന്ന എല്ലാവർക്കും ഈ നിരോധന ഉത്തരവ് ബാധകമായി. കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടു കാണുമല്ലോ. ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 4/3/2025, അതായത് 4-ാം തീയതി 3-ാം മാസം 2025 അന്നാണ് ഈ ഉത്തരവ് കിട്ടിയിരിക്കുന്നത്. ഞാൻ അന്ന് 4-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് ഒപ്പിട്ട് വാങ്ങി ഈ നിരോധിത ഉത്തരവ്. അതിൻ്റെ കോപ്പി ഞാൻ വേണം കാണിക്കാം. നിരോധിത ഉത്തരവ് ഒപ്പിട്ട് വാങ്ങി. ഇനി ആണ് ഇവിടുന്ന് നമ്മൾ വിവാദമായ കുരിശിലേക്ക് പോകുന്നത്. അപ്പോൾ വിവാദമായ കുരിശിലേക്ക് പോകണമെങ്കിൽ കുരിശിലേക്ക് പോകുമ്പം കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കാണിക്കേണ്ടി വരും. അപ്പം വിവാദമായ കുരിശിലേക്ക് പോകണമെങ്കിൽ ആദ്യം എൻ്റെ വാട്സാപ്പ് തുറക്കണം. അപ്പം ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഞാൻ വാട്സാപ്പ് തുറന്ന് കാണിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും.
ആ ഇതാണ് നമ്മളുടെ ചേട്ടൻ. ആരാണിത്? ചേട്ടൻ്റെ ഫുൾ ഫോട്ടോ കാണിക്കാൻ പറ്റുന്നുണ്ട്, ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിരിക്കുന്നുണ്ട്. ഈ ചേട്ടൻ്റെ പേര് ബിജു എന്നാണ്. അപ്പം നമ്മൾ ഈ സ്റ്റാച്യു ഓഫ് മദർ മേരി അറ്റ് ദ ഫുട്ട് ഓഫ് ദ ക്രോസ്, അത് അന്ന് സേവ് ചെയ്തതാണ്. അപ്പോൾ ഈ ചേട്ടനെയാണ് നമ്മൾ കുരിശുണ്ടാക്കാൻ വേണ്ടി സമീപിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ കൊടുത്ത പിക്ചർ. ഈ പിക്ചർ ഈ ശുശ്രൂഷകൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. കുരിശൻ ചുവട്ടിലെ അമ്മ, മൂകസാക്ഷിയായി പുത്രൻ്റെ അതിദാരുണമായ പീഡാസഹനത്തെ നോക്കി നിൽക്കുന്ന അമ്മ. ഈ പിക്ചർ കൊടുത്തിട്ട് ഈ ചേട്ടനോട് ആവശ്യപ്പെടുകയാണ്, നമുക്ക് ഈ പിക്ചർ പോലത്തെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കണം, വെള്ളം ടാങ്കിൻ്റെ തൊട്ടടുത്ത്. ടാങ്കിൻ്റെ കഥ വേറെയാണ്, അത് പിന്നെ പറയാം. ടാങ്കിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ചേട്ടൻ സ്വന്തം കൈപ്പടയിൽ ഫെബ്രുവരി മാസം 19-ാം തീയതി, ഈ ഡേറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, സ്വന്തം കൈപ്പടയിൽ വരച്ച് ഇങ്ങനെ ഒരെണ്ണം തന്നു. അപ്പോൾ ആ വരയിൽ ഈശോയുടെ അത് ഇച്ചിരൂടെ താന്ന് കിടക്കണമായിരുന്നു, എന്നാലും മാതാവ് അടുത്ത് നിൽക്കുന്നതിന് ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഞാനത് വീണ്ടും വരയ്ക്കാൻ പറഞ്ഞിട്ട് രണ്ടാമത് ഈശോയുടെ മാത്രം ചിത്രം അദ്ദേഹം വരച്ചു വിട്ടു. അദ്ദേഹം അതിനുള്ള കോട്ട് തന്നു. കോട്ട് തന്നതിൻ്റെ അകത്ത് നിന്ന് ഞാൻ ബാർഗെയിനിങ് ചെയ്തു. അദ്ദേഹം അക്കൗണ്ട് നമ്പർ തന്നു. ഫെബ്രുവരി 20-ാം തീയതി ബാർഗെയിനിങ് നടന്നു. ഇതെല്ലാം ഞങ്ങൾ അദ്ദേഹം അയച്ച അക്കൗണ്ടിൽ IFSC കോഡില്ല. അങ്ങനെ IFSC കോഡ് മേടിക്കുന്നു, അയച്ചു കൊടുക്കുന്നു. ആദ്യത്തെ അഡ്വാൻസ് അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ കൊടുത്ത് അദ്ദേഹം മെറ്റീരിയൽ എടുത്ത് പണി തുടങ്ങുന്നു. വീണ്ടും പിക്ചർ അയച്ചു കൊടുക്കുന്നു. ഫെബ്രുവരി 25 നോക്കണം ആ ഡേറ്റ്, ഫെബ്രുവരി 25 പണി തുടങ്ങുന്നു. അപ്പം പണി തുടങ്ങുന്നതിന് മുമ്പ് സ്ഥലത്ത് കല്ലിടാൻ വേണ്ടി വികാരിയച്ഛൻ വരുന്നു. വികാരിയച്ഛൻ സ്ഥലത്തെ വെഞ്ചരിച്ച്, ഭയങ്കര കാറ്റ് ആ സമയത്ത്, സ്ഥലം വെഞ്ചരിക്കുന്നു. സ്ഥലം വെഞ്ചരിച്ച് പണി തുടങ്ങുന്നു. നോക്കൂ, അടുത്ത ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. സാറ്റർഡേ, ശനിയാഴ്ച, മാർച്ച് മാസം 1-ാം തീയതി. മാർച്ച് മാസം 1-ാം തീയതി ഞങ്ങളിവിടെ സ്ഥലത്തില്ല. അതുകൊണ്ട് തന്നെ പണി ചെയ്യുന്നവർ പണി ചെയ്യുന്നതിൻ്റെ മുഴുവൻ ഫോട്ടോസ് ഓരോ സമയത്തുള്ളത് അയച്ചു തരും. ഈ ഫോട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട ഫോട്ടോയാണ്. നോക്കൂ, ഇത് നിങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടാകും. ഏതിലാണ്? നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഈ കുരിശിൻ്റെ ഈ രൂപത്തിലിരിക്കുന്നത്. ഇത് മാർച്ച് മാസം 1-ാം തീയതി ശനിയാഴ്ച, മുമ്പ് കണ്ടല്ലോ, ഇതാ ഡേറ്റ് എടുത്ത് കാണിക്കും. ഇതാ മാർച്ച് മാസം 1-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:12, ഈ മൂലയ്ക്കത്തിൻ്റെ സമയം കാണാമല്ലോ, 1:12 കുരിശ് രൂപത്തിലായി കഴിഞ്ഞു. മറക്കരുത് ഡേറ്റ്, മാർച്ച് മാസം 1-ാം തീയതി കുരിശ് രൂപത്തിലായി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മാർച്ച് മാസം അത് ശനിയാഴ്ചയാണ്. സൺഡേ അദ്ദേഹം ഇവിടുത്തുകാരനല്ല, ഈ ബിജു എന്ന് പറയുന്ന ആൾ ഇവിടുത്തുകാരനല്ല. ഇദ്ദേഹം തിരിച്ചു നാട്ടിൽ പോകുന്നു. ഓക്കെ, ബ്രദറെ, മെറ്റീരിയൽസ് ഒക്കെ ഏകദേശം ഫുള്ള് ഇറക്കിയായിരുന്നു. അപ്പോൾ ഇനി അടുത്ത ആഴ്ചത്തേക്ക് പൈസ വീണ്ടും ചോദിക്കുന്നു. അത്രയേ ഉള്ളൂ ചുരുക്കം. ഓക്കെ, പൈസ വീണ്ടും കൊടുക്കുന്നു. എന്ന് വീട്ടിൽ പോയി ശനിയാഴ്ച വീട്ടിൽ പോയി, ഞായറാഴ്ച പൈസ വീണ്ടും ചോദിക്കുന്നു. മെറ്റീരിയൽ ഇറക്കാൻ വേണ്ടി വീണ്ടും പൈസ കൊടുക്കുന്നു. വീണ്ടും പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് ബ്രദറെ, ഇന്ന് പഞ്ചായത്തിൽ എനിക്കൊരു ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. അത് കാരണം ഇന്ന് വരാൻ പറ്റിയില്ല. നാളെ രാവിലെ ഞങ്ങൾ എത്തുവേ. തിങ്കളാഴ്ച രാവിലെ, അതായത് 3-ാം തീയതി മാർച്ചിന് കോൺട്രാക്ടർ മെസ്സേജ് അയക്കുന്നു, ഞങ്ങൾക്ക് ഇന്ന് വരാൻ പറ്റില്ല, ഇന്ന് പണി നടത്താൻ പറ്റില്ല, ഞങ്ങൾക്ക് പഞ്ചായത്തിലൊരു കാര്യമുണ്ട്, അതുകൊണ്ട് പണി വരുത്താൻ പറ്റില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറയുന്ന മറുപടി കേട്ടോ. അവിടെ കുറച്ച് നിയമപരമായ പ്രശ്നങ്ങൾ, വെറുതെ ഒന്നുമില്ല, നമ്മുടെ പേപ്പേഴ്സ് എല്ലാം കറക്റ്റാണ്. അപ്പം ചുമ്മാ കുറച്ച് അലിഗേഷൻസ് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറയുകയാണ്, ഇവിടുത്തെ നിജസ്ഥിതി ഇതാണ്, പ്രശ്നങ്ങളുണ്ട്, എൻ്റെ കയ്യിൽ യാതൊരു സ്റ്റോപ്പ് മെമ്മോയും കിട്ടിയിട്ടില്ല, നിങ്ങളെ ഞാൻ കാണിച്ചതാണ്. നിരോധന ഈ കൺസ്ട്രക്ഷൻ ചെയ്യരുത് എന്ന കളക്ടറുടെ ഉത്തരവ് പുറപ്പെടുവിച്ച് 4-ാം തീയതിയാണ് ഉത്തരവ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. പണി അവസാനിച്ചത് എന്നാന്ന് മറക്കരുത്, പണി അവസാനിച്ചത് 1-ാം തീയതിയാണ്. 1-ാം തീയതി കുരിശിൻ്റെ രൂപം നിങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടല്ലോ. ഇത് ഏഷ്യാനെറ്റുകാരുടെ വാർത്തയ്ക്കകത്തും ഇതുകൊണ്ട് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ
ഇനി ഉടനെ പണിയാൻ വരരുതെന്ന് ഞാൻ പറഞ്ഞ ഉടനെ അദ്ദേഹം എന്നോട് പറയുകയാണ്, ബ്രദറെ, ഒരു 14 ചാക്കോളം സിമെന്റ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് തണുത്ത് ചിലപ്പം തണുത്ത് ചിലപ്പോൾ കട്ടയാൻ സാധ്യതയുണ്ടായിരുന്നേ. ഓക്കെ. അപ്പം ഇനി ഞാൻ ഇദ്ദേഹത്തിന് ഈ നിരോധനാജ്ഞ അയച്ചു കൊടുക്കുകയാണ്. എന്താണ് നിരോധനാജ്ഞ? ഇത് 4-ാം തീയതി, നിങ്ങൾ ഈ ഡേറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട, 4/3/2025. 4/3/2025. അപ്പം 4/3/2025 കളക്ടറുടെ ഉത്തരവ് വരുന്നു. 534 ഉൾപ്പെടുന്ന വസ്തുവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൺസ്ട്രക്ഷനുകളും അവസാനിക്കണം. ശരിക്കും കുരിശ് എപ്പോൾ ഉണ്ടായതാണ്? 1-ാം തീയതി കുരിശ് ആ രൂപത്തിലവിടെ ഉണ്ടായതാണ്. പക്ഷേ സംഭവം എങ്ങനെയാണ് വന്നത്? കയ്യേറിയ സ്ഥലത്ത് കയ്യേറ്റം നിലനിർത്താനായിട്ട് കുരിശ് സ്ഥാപിച്ചു. കയ്യേറിയ സ്ഥലമാണോ എന്ന് 7 ദിവസത്തിനകത്ത് തെളിയിക്കാൻ വേണ്ടി രേഖ ഹാജരാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം വാർത്ത കയ്യേറിയ സ്ഥലമായി. ആ കയ്യേറിയ സ്ഥലം നിലനിർത്താൻ വേണ്ടി കുരിശ് സ്ഥാപിച്ചു എന്നായി. അപ്പം ഏകദേശം ഇത് ക്ലിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ സമയത്ത് യാതൊരു തരത്തിലുള്ള സ്റ്റോപ്പ് മെമ്മോ ഇവിടെ കിട്ടിയിട്ടില്ല. എന്നാണ്? മാർച്ച് മാസം 1-ാം തീയതി. മാർച്ച് മാസം 1-ാം തീയതി കുരിശ് ഏത് രൂപത്തിലാണോ കാണുന്നത് അതേ രൂപത്തിൽ തന്നെയാണ് കുരിശുണ്ടായിരുന്നത്. ഇതിൻ്റെ അകത്ത് ഏഷ്യാനെറ്റിൻ്റെ വാർത്തയ്ക്കകത്ത് ഈ കുരിശ് മാർച്ച് മാസം 1-ാം തീയതി കാണിക്കുന്നുണ്ട്. ഞാൻ അതുകൂടെ നിങ്ങളെ കാണിക്കാം. അപ്പം ഞാൻ വാട്സാപ്പിൽ കാണിക്കുന്നതിലപ്പുറത്ത് നിങ്ങൾക്കതൊരു ക്ലാരിറ്റി കിട്ടും. ഇത് കണ്ടോ, മാർച്ച് മാസം 1-ാം തീയതി ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിടുക. ഇടുക്കി പരുന്തുംപാറയിൽ സർക്കാർ സ്ഥലത്ത് റിസോർട്ടുകൾ. ചങ്ങനാശ്ശേരി സജിത് ജോസഫാണ് 3.5 ഏക്കറോളം സ്ഥലം. അപ്പം അന്ന് പണി കാണിക്കുന്നതിനകത്ത് ഓൾറെഡി കുരിശ് അവിടെ ഉണ്ട്. അപ്പോൾ 6.5 അടി താഴ്ചയിൽ താഴ്ത്തിയത്. കാരണം അവിടെ ഭയങ്കര കാറ്റാണ്. നിങ്ങൾ ആ വോയിസ് അയക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ നിൽക്കത്തില്ല. അത് കുരിശ് മാത്രമല്ല, കുരിശിൻ്റെ ചോട്ടിൽ പരിശുദ്ധ ദൈവമാതാവ് ഉണ്ട്. അതിൻ്റെ തൊട്ടടുക്കൽ വേറെ ഒരു ചെറിയ കുരിശും കൂടി ഉണ്ട്. അപ്പോൾ അത് ആ പിക്ചർ കണ്ടില്ലേ? ആ പിക്ചറിലുള്ള മുഴുവൻ കാര്യങ്ങളുണ്ട്. അത് ഒളിച്ചും പാത്തും നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിങ്ങളൊരു ഗ്രോട്ടോ പണിയുന്നു. ചിന്തിക്കൂ, നിങ്ങൾക്ക് ദൈവം തന്ന ലൂർദ് മാതാവിൻ്റെ അല്ലെങ്കിൽ ഇത് മജുഹൂറിലെ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ നിങ്ങൾ പണിയുന്നു. ആ തരത്തിലാണ് അതിൻ്റെ പണികൾ നടന്നത്. ഇവിടെ കുരിശിൻ്റെ ഇവിടെ ചാപ്പലുണ്ട്. ചാപ്പൽ ഇവിടെ 21-ാം തീയതി ഈ പ്രമിസസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ തന്നെ ഇവിടെ ചാപ്പലുള്ളതാണ്. ചാപ്പലുള്ള സ്ഥലത്ത് കുരിശും തൊട്ടി ഉണ്ടാകുന്നതിന് എന്താണ് കുഴപ്പം? ദിവ്യകാരൻ എഴുന്നള്ളിച്ച് വെച്ചുള്ള ആരാധന നടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കുർബാന ബലി അർപ്പിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ആ തരത്തിൽ കുരിശ് പണിയുന്നതിന് എന്താണ് കുഴപ്പം? അപ്പം കളക്ടർ 4-ാം തീയതി നിങ്ങളുടെ രേഖ കൊണ്ടുവരൂ, SIT റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു ആക്ഷേപമുണ്ട്, നിങ്ങളുടെ രേഖ പരിശോധിച്ച് ഞങ്ങൾ പറയാമെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇത് കയ്യേറ്റം ഉള്ള സ്ഥലത്ത് കുരിശായി. 1961 നിങ്ങൾക്ക് ഇത് മുഴുവൻ ഞാൻ വിവരാവകാശം വെച്ച്, ഇത് കണ്ടോ, വിവരാവകാശം വെച്ച് ഞാൻ എടുത്ത രേഖകളാണ്. ഓക്കെ, ഇനി ഒറ്റ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ സമയം ഞാൻ ചിലവഴിക്കാതിരിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് SITയുടെ റിപ്പോർട്ടിൻ്റെ അകത്ത് ഒരു പ്രധാന പരാമർശമായിട്ട് പറഞ്ഞിരുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറഞ്ഞിരുന്നത് 441 സർവേ നമ്പറിൽ ഉൾപ്പെട്ട സ്ഥലത്താണ് 534 എന്ന സർവേ നമ്പറിൽ കര അടച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒരു പ്രധാന കണ്ടെത്തലായിട്ട് കണ്ടെത്തിയതും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ പറയുകയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇത് ജസ്റ്റ് ഒരു റെഫറൻസ് ആണ്. ഞാൻ എൻ്റെ ഒരു സ്റ്റഡിക്ക് വേണ്ടി എടുത്തതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനമാകുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എടുക്കാം. ഇത് ചന്ദ്രശേഖർ, നമ്മുടെ ഈ ചന്ദ്രശേഖർ റവന്യൂ മന്ത്രിയായിരുന്നപ്പം കേരള സർക്കാർ പരിപത്രം പുറപ്പെടുവിച്ചിരിക്കുന്ന, അതായത് 2017 പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു റവന്യൂ രേഖയാണ്. നമ്പർ ഞാൻ വായിക്കാം. 357-35/A-2/2015 റവന്യൂ. ഓക്കെ, ഇത് അഡീഷണൽ ചീഫ് സെക്രട്ടറി അന്നത്തെ VH കുര്യൻ സാറിൻ്റെ
ആണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ വിജ്ഞാപനം എന്ന് ഞാൻ എൻ്റെ രത്ന ചുരുക്കം പറയാം. സർവേ നമ്പറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന വസ്തു തിരിച്ചറിയാനുള്ള ഒരു മാർഗം മാത്രമാണ്. പട്ടയത്തിലെ സർവേ നമ്പറിൽ തെറ്റ് കണ്ടെത്തിയാൽ വസ്തു നിയമപരമായി സ്ഥാപിതമായ മറ്റു മാർഗങ്ങളുടെ അളന്ന് തിരിച്ചറിയാവുന്നതാണ്. പട്ടയ വസ്തുക്കളുടെ വസ്തു പട്ടയ വിവരണങ്ങൾ അനുസരിച്ച് കണ്ടെത്താവുന്നതാണ്. എന്നാൽ പട്ടയത്തിലെ സർവേ നമ്പർ തിരുത്തി നൽകുന്നതിന് നിയമമില്ല എന്ന ന്യായമാണ് ജില്ലാ കളക്ടർ വരെയുള്ള അധികാരികൾ ഉന്നയിച്ച് കാണുന്നത്. കേരള ഭൂമി നിയമചട്ടം 1964 ചട്ടം 11-12 പ്രകാരം ജില്ലാ കളക്ടർ വരെയുള്ള റവന്യൂ അധികാരികൾക്ക് ശരിയായ അന്വേഷണം നടത്തി യാതൊരു തെറ്റും കൂടാതെ വസ്തു പതിച്ച് നൽകേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നിയമം ഇപ്രകാരം ഉണ്ടെങ്കിലും മേൽപ്പറഞ്ഞ അധികാരികൾ പലപ്പോഴും അലക്ഷ്യമായ നടപടി സ്വീകരിക്കുന്നതാണ് പട്ടയത്തിലെ സർവേ നമ്പർ തെറ്റായി രേഖപ്പെടുത്താൻ ഇടയാകുന്നത്. എങ്ങനെയാണ് പട്ടയത്തിലെ സർവേ നമ്പർ തെറ്റായി രേഖപ്പെടുത്താൻ ഇടയാകുന്നതെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശദീകരിക്കുകയാണ്. VH കുര്യൻ വിശദീകരിക്കുന്നു. അലക്ഷ്യമായി മേൽപ്പറഞ്ഞ അധികാരികൾ പലപ്പോഴും അലക്ഷ്യമായി നടപടികൾ സ്വീകരിക്കുന്നതിലാണ് പട്ടയത്തിലെ വസ്തുക്കളുടെ സർവേ നമ്പറുകൾ തെറ്റായി രേഖപ്പെടുത്താൻ ഇടയാകുന്നത്. പട്ടയത്തിലെ സർവേ നമ്പർ തെറ്റായി എഴുതുന്നത് തഹസിൽദാരും ആയത് അംഗീകരിക്കുന്ന ജില്ലാ കളക്ടറുമാണ്. അവർ ചെയ്യുന്ന ഈ തെറ്റിനെ പട്ടയാധാർ അല്ലെങ്കിൽ പട്ടയം കൈമാറ്റം ചെയ്യുന്ന പട്ടയം ലഭിച്ചവർ അനുഭവിക്കണം എന്ന ന്യായം ഉചിതമല്ല. തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അത് തിരുത്തി നൽകേണ്ട ബാധ്യത ഉദ്യോഗസ്ഥന്മാരിൽ നിക്ഷിപ്തമാണ്. കണ്ടോ, മേൽപ്പറഞ്ഞ സാഹചര്യത്തിൽ കർശന പരിശോധനകൾ നടത്തിയും ബോധ്യപ്പെടുത്തുന്ന അടിസ്ഥാനത്തിൽ നിങ്ങൾ ക്രമമായി പാലിച്ചുകൊണ്ട് തഹസിൽദാർ പട്ടയത്തിന് സർവേ മാറ്റിക്കൊടുക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന അപേക്ഷകൾ സൂക്ഷ്മമായി പരിശോധിച്ച് അർഹമായ അപേക്ഷയിന്മേൽ ഉചിതമായ മറുപടി സ്വീകരിക്കാത്ത ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചട നടപടി സ്വീകരിക്കേണ്ടതാണ്. റവന്യൂ ലാൻഡ് കമ്മീഷണർ, ജില്ലാ കളക്ടർമാർക്ക്, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക്, റവന്യൂ വകുപ്പ് പ്രൈവറ്റ് സെക്രട്ടറിക്ക്, റവന്യൂയെ. അപ്പോൾ ഇത് എന്താണ് പരിവർത്തനം പുറപ്പെടുവിക്കുക. ഇതിൻ്റെ വെളിച്ചത്തിൽ എന്താണ് നമ്മുടെ പീരുമേട് താലൂക്കിൽ മാത്രം, ഇതിപ്പോൾ ഞാൻ വിവരാവകാശ രേഖയിൽ വിവരാവകാശം അനുസരിച്ച് എടുത്താണ് എത്ര പേരുടെ നമ്പറുകൾ തെറ്റിപ്പോയത് തിരുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പം ഒഫീഷ്യൽ രേഖ അനുസരിച്ച് 205-ലധികം പട്ടയങ്ങൾ ഈ സർവേയുടെ, അതായത് 534 ഇതിൻ്റെ മേളിൽ കൂടെ പോയി. ഏതാണ് പരുന്തുംപാറയുടെ മേളിൽ കൂടെ പോയി. താഴെയുള്ളതെല്ലാം മഞ്ജുമലയിലേക്ക് 441 മാറി. അപ്പോൾ എന്താണ് പ്രശ്നം പറ്റിയത്? ഈ മഞ്ജുമല എന്ന് പറയുന്ന വില്ലേജ് ഈ വസ്തുവിന് പട്ടയം കിട്ടുന്ന സമയത്ത് ഇല്ല. 1961 ഞാൻ ഉടമസ്ഥനായിരിക്കുന്ന വസ്തുവിന് പട്ടയം കിട്ടിയിരിക്കുന്നത്. ആ സമയത്ത് ഇടുക്കി ജില്ലയില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മഞ്ജുമല വില്ലേജ് ഉണ്ടാകുന്നത്? മഞ്ജുമല വില്ലേജ് ഇല്ല. അപ്പം റീസർവേയിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് ഉൾപ്പെടുത്തേണ്ടതല്ല, ഉൾപ്പെടുത്തണം. അപ്പം നമ്മുടെ വസ്തുവിൻ്റെ തൊട്ട് ചേർന്ന് കിടക്കുന്ന വസ്തു മഞ്ജുമലയിലാണ്. സ്വാഭാവികമായിട്ട് ഇനിപ്പുറത്ത് വരുന്ന ഈ വസ്തു മഞ്ജുമലയിൽ ഉൾപ്പെടേണ്ടതാണ്. അപ്പോൾ ഈ മഞ്ജുമലയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾക്ക് വില്ലേജ് ഓഫീസറുടെ അടുക്കൽ ഇത് സമർപ്പിച്ചപ്പോൾ ഇത് താലൂക്ക് സർവേയർ നമ്മുടെ സ്ഥലത്ത് വന്ന് അദ്ദേഹത്തിന് കൃത്യതപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിച്ചു. ഞാൻ വിവരാവകാശ രേഖയിലെടുത്താണ്. പട്ടയത്തിൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്ന സർവേ നമ്പർ തിരുത്തി നൽകുന്നതിനായി കോട്ടയം ജില്ലയിലെ കൊട്ടാരത്തിൽ ജോസഫ് മകൻ സജിത് ജോസഫ് സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയിൽ തിട്ടപ്പെടുത്തുന്നതിൽ ആയത് പ്രകാരം സ്ഥലപരിശോധന നടത്തിയിട്ടുള്ളതും അപേക്ഷകന്റെ കൈവശം മഞ്ഞുമല വില്ലേജിലെ സർവേ നമ്പർ 441 ഉൾപ്പെടുന്നതായ വിവരം റിപ്പോർട്ട് ചെയ്ത് നിയമാനുസരണമായിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കാനായി സമർപ്പിക്കുന്നു. താലൂക്ക് സർവേയർ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടാണ്. ഇനി നമ്മളിപ്പോൾ ഈ പറഞ്ഞ ആരാണ്? VH കുര്യൻ സാറിൻ്റെ, അഡീഷണൽ ചീഫ് സെക്രട്ടറി VH കുര്യൻ സാറിൻ്റെ, അതായത് ഈ ചന്ദ്രശേഖർ നമ്മുടെ റവന്യൂ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് പുറപ്പെടുവിച്ച ഈ നിയമം അനുസരിച്ച് പട്ടയം നമ്പർ മാറ്റിക്കൊടുത്തവരുടെ രേഖകളാണിത്. ഓരോ കേസുകൾ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന പട്ടയം ഏതിനകത്താണ് വേണ്ട, ഇതെല്ലാം ഞാൻ കുറേ ഉള്ളതിൽ കുറച്ച് ഇതുണ്ട്. ഇപ്പോൾ ഈ കേസ് തന്നെ എടുക്കുക. എനിക്ക് അവരുടെ പേരോ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. നോക്കൂ, ഇപ്പോൾ ഇവരുടെ കാര്യത്തിൽ തന്നെ
ഇങ്ങനെ പിടിക്കാം. ഓക്കെ. പീരുമേട് താലൂക്കിൽ 534 ഇവർക്ക് പട്ടയത്തിൽ സർവേ നമ്പർ ഉള്ളത്. ഓക്കെ. ഇനി ഇവർക്ക് എങ്ങോട്ടാണ് മാറേണ്ടത്? പരിശോധന നടത്തി സർവേ നമ്പർ 441. 534 എവിടെ? പീരുമേടാണ്. 441 എവിടെ? മഞ്ജുമലയാണ്. മഞ്ജുമലയിലോട്ട് ഉൾപ്പെടുത്തുന്ന സർവേ നമ്പർ തിരുത്തിയാകണമെന്ന് സൂചന. ഇത് അപ്രൂവ് ചെയ്തു. ഇതാ തഹസിൽദാർ ഒപ്പിട്ട് ഇത് മാറ്റി. എങ്ങനെ തഹസിൽദാർ കഴിയുന്നത്? ഈ പരിപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഏകദേശം കാര്യങ്ങൾ ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം SIT റിപ്പോർട്ട് അതിൻ്റെ കോപ്പി ഹൈക്കോർട്ടിൽ അവൈലബിൾ ആണ്. ഹൈക്കോർട്ട് ഇപ്പോൾ അതിനകത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ SIT റിപ്പോർട്ടിനെ സംബന്ധിച്ച കാര്യങ്ങൾ പറയാൻ ഞാൻ അഡ്വക്കേറ്റ് അല്ല, ഞാൻ നിയമം പഠിച്ചിട്ടില്ല, എനിക്കത് സംബന്ധിച്ച് അറിവില്ല. ഈ വിഷയം ഇത് എന്താണ്, 4-ാം തീയതി രേഖ സമർപ്പിക്കൂ 7 ദിവസത്തിനകത്ത് എന്ന് പറഞ്ഞതിനിടയിൽ തന്നെ എന്തായി? ഇവിടെ അതിക്രമിച്ച് കയറലായി, കുരിശ് തകർക്കലായി, സ്റ്റോപ്പ് മെമ്മോ തന്ന ശേഷം കുരിശ് പണിത് വന്നായി. സ്റ്റോപ്പ് മെമ്മോ തരുന്നത് 4-ാം തീയതി, കുരിശിൻ്റെ പണി കഴിഞ്ഞത് 1-ാം തീയതി. അപ്പം പകൽ പോലെ കാര്യങ്ങൾ വ്യക്തമായിരിക്കെ ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ്. അത് അങ്ങേയറ്റം വേദനയുള്ള വാക്കുകളാണ്. നിങ്ങൾ ഞാനും എല്ലാം മനുഷ്യരാണ്. ഞാൻ പ്രസംഗിക്കുന്ന ആളോ നിങ്ങൾ പ്രസംഗിക്കാത്ത ആളോ ഒക്കെ ആണെങ്കിലും എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാം മനുഷ്യരും കുടുംബമുള്ളവരും മക്കളുള്ളവരും കുടുംബജീവിതം നയിക്കുന്നവരുമൊക്കെയാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും ഇങ്ങനെ ഒരു ചാപ്പ കുത്തുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ചൊന്ന് പഠിക്കാൻ ഇടവരണം. എന്താണ് ഞാൻ പറയേണ്ടത്? ഒരുപക്ഷെ ഞാൻ അല്പം ഇമോഷണലായി പോയി ഇനി പറഞ്ഞാൽ. അത്രമാത്രം വലിയ മീഡിയ അറ്റാക്കാണ് കഴിഞ്ഞ ഒരു 4-5 ദിവസം ഞാൻ അനുഭവിച്ചത്. ഒരു 10-20 വർഷമായിട്ട് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനും. എന്നോടൊപ്പം ഉള്ളവരും കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് കടന്നു പോകുന്ന മാനസിക വ്യഥ എന്ന് പറയുന്നത് അല്പം അല്ലാത്തതാണ്. ലോകമെമ്പാടുമുള്ള മനുഷ്യർ പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്കറിയാം ഇതിനകത്തൊരു സത്യമുണ്ട്, അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് വരും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴും മനുഷ്യത്വത്തിൽ മനുഷ്യരാണ് നമ്മൾ. ആണുങ്ങൾ കുറച്ചുകൂടെ ഇങ്ങനെയുള്ളതൊക്കെ നേരിടാൻ ത്രാണിയുള്ളവരും ഒക്കെ ആയിട്ട് തോന്നാറുണ്ട് പലപ്പോഴും. വീട്ടിലും കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുന്നവരെ ഈ വിഷയത്തിലേക്ക് വലിച്ചഴക്കുക, അവരും അവരുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് യൂട്യൂബിൽ വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടി വീഡിയോ ഇറക്കുക, അങ്ങേയറ്റം അപലപനീയമാണ്. ചെയ്യരുത്. എന്നോടൊന്നല്ല, ആരോടും ചെയ്യരുത്. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എനിക്ക് പ്രതികാരമൊന്നുമില്ല, എനിക്ക് സങ്കടമാണ്, ഭയങ്കര സങ്കടമാണ്. അത് ഇനി ഞാൻ പറഞ്ഞ ഒരുപക്ഷെ അത് വലിയ വൈകാരിക പ്രകടനത്തിലേക്ക് പോകും. അധികാരികൾ ഇതിലേക്ക് കണ്ണ് നടണം. നിങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് വരണം. നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ഈ വിഷയത്തെ കാണണം. റവന്യൂ മുതൽ പഞ്ചായത്ത് മുതൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ളവരെല്ലാവരും ഈ വിഷയത്തെ കാണണം. ഞാൻ വലിയ മാനസിക വിഷമത്തിലാണുള്ളത്. ആത്മഹത്യയൊന്നും ചെയ്യില്ല. കാരണം ആത്മഹത്യയിൽ നിന്നുള്ളവരെ മാക്സിമം നമ്മൾ ജീവനിലേക്ക് നയിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു ഷൈനിയോ അല്ലെങ്കിൽ മറ്റൊരാളോ ഒക്കെ മരിക്കുമ്പം മരണം കഴിഞ്ഞിട്ട് അവരുടെയൊക്കെ കാര്യം ഒത്തിരി പേരിങ്ങനെ വലിയ ചർച്ചയൊക്കെ ആക്കും. പക്ഷേ അവരന്നേരം കടന്നുപോയ മാനസിക വിഷമമൊന്നും ആർക്കും മനസ്സിലാകത്തില്ല. ഞാനും എന്നോടൊപ്പം എന്നെ വിശ്വസിച്ച് അവരുടെ നിക്ഷേപം എൻ്റെ കയ്യിൽ തന്ന് ഈ ശുശ്രൂഷയെ സഹകരിച്ചവരൊക്കെ വലിയ വിഷമത്തിലായിരുന്നു ഈ ദിവസങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായ ആ നേട്ടങ്ങളൊന്നും നേട്ടങ്ങളല്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഞാൻ ആരെയും എനിക്ക് പേരെടുത്തൊക്കെ പറയാൻ കഴിയും, പക്ഷേ എനിക്ക് അങ്ങനത്തെ രീതിയില്ല. ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല. ഞാൻ നിശബ്ദനായിട്ട് എല്ലാം സഹിക്കുക ഇതുവരെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇതല്പം കടന്നുപോയി. എനിക്കത് സഹിക്കുന്നതിനപ്പുറത്തായി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് സത്യമായിട്ടും ഇത് റിപ്പോർട്ട് ചെയ്തവരോടും അന്ന് കുരിശ് നീക്കുന്ന സമയത്ത്
ഇവിടെ ലോക്കലിൽ കോട്ടയത്തുള്ള കോൺട്രാക്ടറെ ഹെൽപ്പ് ചെയ്യുന്ന ഇവിടെ ലോക്കലിൽ മഹാദേവൻ എന്ന് പറയുന്ന ഒരു സബ് കോൺട്രാക്ടറുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, സാറേ ഈ 1-ാം തീയതി കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ഈ വാർക്കയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്ത പലക പോലും എടുക്കാൻ അദ്ദേഹം സമ്മതിച്ചിട്ടില്ല എന്ന ബൈറ്റ് വരെ ക്യാമറ റെക്കോർഡ് ചെയ്തിട്ട് പോലും അത് ഒന്ന് വിടാൻ പറ്റിയില്ലല്ലോ, അത് പുറം ലോകത്തെ ഒന്നും അറിയിച്ചില്ലല്ലോ, എന്നെ ഇത്രയും കള്ളനാക്കിയില്ലേ, അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായി? എന്നെ തറടിച്ച് എന്നെ ഇല്ലാതാക്കാനാണോ? എന്നെ ഇല്ലാതാക്കിയാൽ ഇവിടെ എല്ലാം തീരുമോ? ഞാൻ ഇല്ലാതായേക്കാം, ഞാൻ ഇല്ലാതാകേണ്ട ആളാണ്, അതാണ് എല്ലാവരുടെയും ആഗ്രഹവും, ഞാൻ ഇല്ലാതാകണമെന്നാണ്. എനിക്കിത്രേ പറയാനുള്ളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ മനസ്സിലാക്കിയ ദൈവസങ്കല്പം പ്രതികാരത്തിൻ്റെതല്ല, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇന്നും പ്രാർത്ഥിക്കുന്നു, നാളെയും പ്രാർത്ഥിക്കുന്നു. നന്ദി.